ഇന്ന ദിവസം 184 എന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 18, 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 29, സങ്കീർത്തനങ്ങൾ 141. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്ന് അധ്യായം 18. ഹെസക്കിയ യൂദാ രാജാവ്. ഇസ്രായേൽ രാജാവായ ഏലായുടെ പുത്രൻ ഹോസിയായുടെ 3-ാം ഭരണവർഷം യൂദാ രാജാവായ ആഹാസിന്റെ മകൻ ഹെസക്കിയ ഭരണമേറ്റു. അപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ ജെറുസലേമിൽ 29 വർഷം ഭരിച്ചു. സക്രിയായുടെ മകൾ അബിയായിരുന്നു അവന്റെ മാതാവ്. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിന്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. അവൻ പൂജാഗിരികൾ നശിപ്പിക്കുകയും സ്തംഭങ്ങളും അക്ഷേര പ്രതിഷ്ഠകളും തകർക്കുകയും ചെയ്തു. മോശ ഉണ്ടാക്കിയ നെഹുഷ്താൻ എന്ന് വിളിക്കപ്പെടുന്ന ഓട്ടുസർപ്പത്തിന്റെ മുൻപിൽ ഇസ്രായേൽ ധൂപാർച്ചന നടത്തിയതിനാൽ അവൻ അത് തകർത്തു. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിൽ അവൻ വിശ്വസിച്ചു. മുൻഗാമികളോ പിൻഗാമികളോ ആയ യൂദാ രാജാക്കന്മാരിൽ ആരും അവനെപ്പോലെ വിശ്വസ്തനായിരുന്നില്ല. അവൻ കർത്താവിനോട് ഒട്ടിനിന്നു. അവിടുന്ന് മോശയ്ക്ക് നൽകിയ കൽപ്പനകൾ പാലിക്കുകയും അവിടുത്തെ പാത പിന്തുടരുകയും ചെയ്തു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ ഉദ്യമങ്ങളെല്ലാം ഐശ്വര്യപൂർണമായി. അവൻ അസീറിയ രാജാവിനെ എതിർത്തു അവനെ സേവിച്ചില്ല. അവൻ ഫിലിസ്ത്യരെ ഗാസയുടെ അതിർത്തി വരെയും കാവൽ ഗോപുരം മുതൽ സുരക്ഷിത നഗരം വരെയും നിഗ്രഹിച്ചു. ഹെസക്കിയ രാജാവിൻ്റെ 4-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവും ഏലായുടെ പുത്രനുമായ ഹോസിയായുടെ 7-ാം ഭരണവർഷം, അസീറിയ രാജാവായ ഷൽമനേസർ സമരിയായ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തി. 3 കൊല്ലത്തിനു ശേഷം അവൻ അത് പിടിച്ചടക്കി. ഹെസക്കിയായുടെ 6-ാം ഭരണവർഷം, അതായത് ഇസ്രായേൽ രാജാവായ ഹോസിയായുടെ 9-ാം ഭരണവർഷം, സമരിയ അവൻ്റെ അധീനതയിലായി. അസീറിയ രാജാവ് ഇസ്രായേൽക്കാരെ അസീറിയയിലേക്ക് കൊണ്ടുപോയി. ഹാല, ഗോസാനിലെ ഹാബോർ നദീതീരം, മെദിയ നഗരങ്ങൾ എന്നിവിടങ്ങളിൽ പാർപ്പിച്ചു. കാരണം അവർ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രവിക്കാതെ അവിടുത്തെ ഉടമ്പടി ലംഘിക്കുകയും കർത്താവിൻ്റെ ദാസനായ മോശയുടെ കൽപ്പനകൾ പാലിക്കാതിരിക്കുകയും ചെയ്തു. അവർ അവ ശ്രദ്ധിക്കുകയോ അനുസരിക്കുകയോ ചെയ്തില്ല. സെന്നാകരീബ് യൂദ ആക്രമിക്കുന്നു. ഹെസക്കിയ രാജാവിൻ്റെ 14-ാം ഭരണവർഷം, അസീറിയ രാജാവായ സെന്നാകരീബ് യൂദായുടെ സുരക്ഷിത നഗരങ്ങൾ ആക്രമിച്ചു കീഴടക്കി. അപ്പോൾ യൂദാ രാജാവായ ഹെസക്കിയ അസീറിയ രാജാവിന് ലാക്കീഷിലേക്ക് ഈ സന്ദേശം അയച്ചു: എനിക്ക് തെറ്റുപറ്റി, അങ്ങ് പിന്മാറുക. അങ്ങ് ചുമത്തുന്ന എന്തും ഞാൻ തന്നുകൊള്ളാം. അസീറിയ രാജാവ് യൂദാ രാജാവിൽ നിന്ന് 300 താലന്ത് വെള്ളിയും 30 താലന്ത് സ്വർണവും ആവശ്യപ്പെട്ടു. ദേവാലയത്തിലും ഭണ്ഡാരത്തിലും ഉണ്ടായിരുന്ന വെള്ളി ഹെസക്കിയ അവന് നൽകി. യൂദാ രാജാവായ ഹെസക്കിയ ദേവാലയത്തിൻ്റെ കതകുകളും കട്ടിലക്കാളികളും പൊതിഞ്ഞിരുന്ന സ്വർണമെടുത്ത് അസീറിയ രാജാവിന് നൽകി. അസീറിയ രാജാവ് ലാക്കീഷിൽ നിന്ന് താർത്താൻ, റബ്സാരിസ്, റബ്ഷക്കെ എന്നീ സ്ഥാനികളെ സൈന്യസമേതം ഹെസക്കിയയ്ക്കെതിരെ ജെറുസലേമിലേക്ക് അയച്ചു. അവർ ജെറുസലേമിൽ അലക്കുകാരൻ്റെ വയലിലേക്കുള്ള പെരുവഴിയിലൂടെ മുകൾ ഭാഗത്തെ കുളത്തിലേക്കുള്ള ചാലിനരികെ നിലയുറപ്പിച്ചു. അവർ രാജാവിനെ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ കൊട്ടാരത്തിൻ്റെ മേൽനോട്ടക്കാരനും ഹിൽക്കിയയുടെ പുത്രനുമായ എലിയാക്കിമും കാര്യസ്ഥനായ ഷെബ്നായും ആസാഫിൻ്റെ മകനും രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹും ഇറങ്ങിച്ചെന്നു. റബ്ഷക്കെ അവരോട് പറഞ്ഞു: ഹെസക്കിയയോട് പറയുക, അസീറിയ മഹാരാജാവ് ചോദിക്കുന്നു, നിനക്കിത്ര ധൈര്യം എവിടെ നിന്ന്? പൊള്ളവാക്കുകൾ യുദ്ധതന്ത്രവും പരാക്രമവും ആണെന്നാണോ വിചാരം? എന്നെ എതിർക്കാൻ നിനക്ക് ആരാണ് തുണ? ചാരുന്നവൻ്റെ കൈ കുത്തിക്കീറുന്ന ഒടിഞ്ഞ ഞാങ്ങനെയാണ് നീ ആശ്രയിക്കുന്ന ഈജിപ്ത് രാജാവായ ഫറവോ ആശ്രയിക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവിലാണ് ഞങ്ങൾ ആശ്രയിക്കുന്നത് എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ അവിടുത്തെ പൂജാഗിരികളും ബലിപീഠങ്ങളുമല്ലേ ഹെസക്കിയ ജെറുസലേമിലെ ഈ ബലിപീഠത്തിൽ ആരാധിക്കണമെന്ന് യൂദായോടും ജെറുസലേമിനോടും പറഞ്ഞുകൊണ്ട് നശിപ്പിച്ചു കളഞ്ഞത്? വരുവിൻ, എൻ്റെ യജമാനായ അസീറിയ രാജാവുമായി ഒരു പന്തയം വയ്ക്കുവിൻ. ഞാൻ 2000 കുതിരകളെ തരാം. അവയിൽ സവാരി ചെയ്യാൻ നിനക്ക് ആളുകളെ കിട്ടുമോ? തേരിനും തേരാളിക്കും വേണ്ടി ഈജിപ്തിനെ ആശ്രയിക്കുന്ന നിനക്ക് എൻ്റെ യജമാനൻ്റെ സേവകന്മാരിൽ ഏറ്റവും നിസ്സാരനായ ഒരു സേനാധിപതിയെ തോൽപ്പിക്കാൻ കഴിയുമോ? കർത്താവിനെ കൂടാതെയാണോ ഈ സ്ഥലം നശിപ്പിക്കാൻ ഞാൻ വന്നിരിക്കുന്നത്? ഈ ദേശത്തിനെതിരെ ചെന്ന് അതിനെ നശിപ്പിക്കുക എന്ന് കർത്താവ് എന്നോട് അരുളി ചെയ്തു.
ഹിൽക്കിയയുടെ മകൻ ഏലിയാക്കിമും ഷെബ്നായും യോവാഹും റബ്ഷക്കയോട് പറഞ്ഞു, ദയവായി അരാമായ ഭാഷയിൽ സംസാരിക്കുക, ഞങ്ങൾക്കത് മനസ്സിലാകും. കോട്ടമേലുള്ളവർ കേൾക്കെ ഞങ്ങളോട് ഹെബ്രായ ഭാഷയിൽ സംസാരിക്കരുത്. എന്നാൽ റബ്ഷക്കെ അവനോട് പറഞ്ഞു, കോട്ടമേൽ ഇരിക്കുന്നവരും സ്വന്തം വിസർജന വസ്തുക്കൾ ഭുജിക്കാൻ നിങ്ങളോടൊപ്പം വിധിക്കപ്പെട്ടിരിക്കുന്നവരുമായ ഇവരോടല്ലാതെ നിങ്ങളോടും നിങ്ങളുടെ യജമാനനോടും മാത്രം സംസാരിക്കാനാണോ എൻ്റെ യജമാനൻ എന്നെ അയച്ചിരിക്കുന്നത്? റബ്ഷക്കെ നിവർന്നു നിന്ന് ഉച്ചത്തിൽ ഹെബ്രായ ഭാഷയിൽ വിളിച്ചു പറഞ്ഞു, അസീറിയ രാജാവിൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ. രാജാവ് പറയുന്നു, ഹെസക്കിയ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ അവന് കഴിവില്ല. കർത്താവ് നമ്മെ നിശ്ചയമായും രക്ഷിക്കും. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നഗരം വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞ് കർത്താവിൽ ആശ്രയിക്കാൻ ഹെസക്കിയ നിങ്ങൾക്ക് ഇടയാക്കാതിരിക്കട്ടെ. അവനെ ശ്രദ്ധിക്കരുത്. എന്തെന്നാൽ അസീറിയ രാജാവ് പറയുന്നു, നിങ്ങൾ സഖ്യം ചെയ്ത് എന്നോട് ചേരുവിൻ. അപ്പോൾ നിങ്ങൾ സ്വന്തം മുന്തിരിയിൽ നിന്നും അത്തിവൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കുകയും സ്വന്തം ജലസംഭരണിയിൽ നിന്ന് കുടിക്കുകയും ചെയ്യും. അനന്തരം ഞാൻ നിങ്ങളെ ഈ നാടിന് സദൃശ്യമായ ഒരു നാട്ടിലേക്ക്, ധാന്യവും വീഞ്ഞും അപ്പവും മുന്തിരിത്തോപ്പുകളും ഒലിവും തേനുമുള്ള ഒരു നാട്ടിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവ് നമ്മെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് നിങ്ങളെ വഴിതെറ്റിക്കുന്ന ഹെസക്കിയയെ ശ്രദ്ധിക്കരുത്. അസീറിയ രാജാവിൻ്റെ കൈകളിൽ നിന്ന് ഏതെങ്കിലും ദേവന്മാർ തങ്ങളുടെ ജനതകളെ രക്ഷിച്ചിട്ടുണ്ടോ? ഹമാത്തിൻ്റെയും അർപ്പാദിൻ്റെയും ദേവന്മാർ എവിടെ? സെഫാർവയും ഹേന, ഇവ എന്നിവയുടെ ദേവന്മാർ എവിടെ? അവർ സമരിയായെ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. ഒരു ദേവനും തൻ്റെ രാജ്യത്തെ എൻ്റെ കൈകളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയാതിരിക്കെ ജെറുസലേമിനെ രക്ഷിക്കാൻ കർത്താവിന് കഴിയുമോ? അവനോട് മറുപടി പറയരുത് എന്ന് രാജാവ് കൽപ്പിച്ചിരുന്നതിനാൽ ജനം ഒരക്ഷരവും മിണ്ടാതെ നിശബ്ദരായിരുന്നു. അപ്പോൾ കൊട്ടാര വിചാരിപ്പുകാരനും ഹിൽക്കിയയുടെ മകനുമായ എലിയാക്കിമും കാര്യസ്ഥൻ ഷെബ്നായും ആസാഫിന്റെ പുത്രൻ രേഖാസൂക്ഷിപ്പുകാരനുമായ യോവാഹും വസ്ത്രം കീറി ഹെസക്കിയയുടെ അടുത്ത് വന്ന് റബ്ഷക്കെ പറഞ്ഞത് അറിയിച്ചു. 2 ദിനവൃത്താന്ത പുസ്തകത്തിൽ നിന്ന് അധ്യായം 29. ഹെസക്കിയ. 25-ാം വയസ്സിൽ ഹെസക്കിയ രാജ്യഭാരമേറ്റു. 29 വർഷം ജെറുസലേമിൽ ഭരിച്ചു. സക്രിയയുടെ മകളായ അബിയ ആയിരുന്നു അവൻ്റെ അമ്മ. പിതാവായ ദാവീദിനെ പോലെ അവൻ കർത്താവിൻ്റെ മുൻപിൽ നീതി പ്രവർത്തിച്ചു. ദേവാലയം ശുദ്ധീകരിക്കുന്നു. ഭരണമേറ്റ ആദ്യ വർഷം ആദ്യ മാസം തന്നെ അവൻ കർത്താവിൻ്റെ ആലയത്തിൻ്റെ വാതിലുകൾ തുറക്കുകയും കേടുപാടുകൾ തീർക്കുകയും ചെയ്തു. അവൻ പുരോഹിതന്മാരെയും ലേവ്യരെയും കിഴക്കേ അങ്കണത്തിൽ വിളിച്ചുകൂട്ടി പറഞ്ഞു, ലേവ്യരെ കേൾക്കുവിൻ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിച്ച് വിശുദ്ധ സ്ഥലത്ത് നിന്ന് സകല മാലിന്യങ്ങളും നീക്കം ചെയ്യുവിൻ. നമ്മുടെ പിതാക്കന്മാർ ദൈവമായ കർത്താവിൻ്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ച് അവിശ്വസ്തത കാണിച്ചു. അവിടുത്തെ പരിത്യജിച്ചു. അവിടുത്തെ വാസസ്ഥലത്ത് നിന്ന് അവർ മുഖം തിരിച്ചു. അവിടുത്തെ മുൻപിൽ പുറംതിരിഞ്ഞു. അവർ പൂമുഖവാതിലുകൾ അടച്ചു, ദീപങ്ങൾ അണച്ചു. ഇസ്രായേലിൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്തുകയോ ദഹനബലി അർപ്പിക്കുകയോ ചെയ്തില്ല. അതിനാൽ കർത്താവിൻ്റെ ക്രോധം യൂദായുടെയും ജെറുസലേമിൻ്റെയും നേരെ പതിച്ചു. നിങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അവിടുന്ന് അവരെ ഭീതിക്കും പരിഭ്രമത്തിനും പരിഹാസത്തിനും പാത്രമാക്കി. നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായി. പുത്രിപുത്രന്മാരും ഭാര്യമാരും തടവുകാരാക്കപ്പെട്ടു. അവിടുത്തെ ഉഗ്രകോപം നമ്മെ വിട്ടകലുന്നതിന് ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവുമായി ഒരു ഉടമ്പടി ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കളെ, നിങ്ങളിനി അനാസ്ഥ കാണിക്കരുത്. തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നതിനും തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനും ധൂപമർപ്പിക്കുന്നതിനും കർത്താവ് നിങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. കൊഹാത്യരിൽ അമസായുടെ മകൻ മഹത്ത്, അസറിയയുടെ മകൻ ജോയേൽ, മെറാറി കുടുംബത്തിൽ നിന്ന് അബ്ദിയുടെ മകൻ കിഷ്, യഹ്ലേലിൻ്റെ മകൻ അസറിയ, ഗർഷോനിൽ നിന്ന് സിമ്മയുടെ മകൻ യോവാഹ്, യോവാഹിൻ്റെ മകൻ ഏദേൻ, എലീസാഫാൻ്റെ കുടുംബത്തിൽ നിന്ന് സിമ്രി, യവുവേൽ, ആസാഫ് കുടുംബത്തിൽ നിന്ന് സക്രിയ, മെത്താനിയ, ഹേമാൻ കുടുംബത്തിൽ നിന്ന് യഹുവേൽ, ഷിമയി, യദൂദൂൻ കുടുംബത്തിൽ നിന്ന് ഷെമയ, ഉസിയേൽ എന്നീ ലേവ്യർ മുൻപോട്ട് വന്നു. എല്ലാ സഹോദരെയും വിളിച്ചുകൂട്ടി നാളെ തന്നെ ശുദ്ധീകരിച്ച് കർത്താവ് അരുളി ചെയ്തതനുസരിച്ച് രാജാവ് കൽപ്പിച്ചതിന് പ്രകാരം കർത്താവിൻ്റെ ആലയം വിശുദ്ധീകരിക്കാൻ അവർ അകത്ത് കടന്നു. കർത്താവിൻ്റെ ആലയത്തിൻ്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാനായി പുരോഹിതന്മാർ അങ്ങോട്ട് ചെന്നു. അവിടെ കണ്ട മാലിന്യങ്ങളെല്ലാം അങ്കണത്തിലേക്ക് കൊണ്ടുവന്നു. ലേവ്യർ അത് കിദ്രോൺ അരുവിയിലേക്ക് കൊണ്ടുപോയി.
1-ാം മാസം 1-ാം ദിവസം ഈ ശുദ്ധീകരണം തുടങ്ങി. 8-ാം ദിവസം ദേവാലയ പൂമുഖത്തെത്തി. തുടർന്ന് 8 ദിവസം അവർ കർത്താവിൻ്റെ ആലയം ശുദ്ധീകരിച്ചു. 1-ാം മാസം 16-ാം ദിവസം ശുദ്ധീകരണം പൂർത്തിയായി. അവർ ഹെസക്കിയ രാജാവിനെ അറിയിച്ചു. ദഹനബലിപീഠം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, അവയുടെ ഉപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ കർത്താവിൻ്റെ ആലയം മുഴുവൻ ഞങ്ങൾ ശുദ്ധീകരിച്ചു. ആഹാസ് രാജാവ് ദൈവത്തോട് വിശ്വസ്തത വെടിഞ്ഞ് ഭരിച്ച കാലത്ത് അവഗണിക്കപ്പെട്ട് കിടന്ന ഉപകരണങ്ങൾ ഞങ്ങൾ ശുദ്ധീകരിച്ച് സജ്ജമാക്കി കർത്താവിൻ്റെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിരിക്കുന്നു. ഹെസക്കിയ രാജാവ് അതിരാവിലെ ഉണർന്നു. നഗരത്തിലെ സേവകന്മാരെ വിളിച്ചുകൂട്ടി കർത്താവിൻ്റെ ആലയത്തിലേക്ക് ചെന്നു. രാജ്യത്തിനും വിശുദ്ധ സ്ഥലത്തിനും യൂദായ്ക്കും വേണ്ടി പാപപരിഹാര ബലി അർപ്പിക്കാൻ 7 കാള, 7 മുട്ടാട്, 7 ചെമ്മരിയാട്, 7 ആൺകോലാട് എന്നിവയെ കൊണ്ടുവന്നു. അവയെ കർത്താവിൻ്റെ ബലിപീഠത്തിൽ അർപ്പിക്കാൻ രാജാവ് അഹ്റോൻ്റെ പുത്രന്മാരായ പുരോഹിതന്മാരോട് കൽപ്പിച്ചു. അവർ കാളകളെ കൊന്നു. പുരോഹിതന്മാർ അവയുടെ രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. അവർ മുട്ടാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പിന്നീട് ചെമ്മരിയാടുകളെ കൊന്ന് രക്തം ബലിപീഠത്തിന്മേൽ തളിച്ചു. പാപപരിഹാര ബലിക്കുള്ള ആൺകോലാടുകളെ രാജാവിൻ്റെയും സമൂഹത്തിൻ്റെയും മുൻപിൽ കൊണ്ടുവന്നു. അവർ അവയുടെ മേൽ കൈകൾ വെച്ചു. പുരോഹിതന്മാർ അവയെ കൊന്ന് അവയുടെ രക്തം കൊണ്ട് ഇസ്രായേൽ ജനത്തിനു വേണ്ടി പാപപരിഹാരം അനുഷ്ഠിച്ചു. കാരണം ദഹനബലിയും പാപപരിഹാര ബലിയും ഇസ്രായേൽ മുഴുവനും വേണ്ടി അർപ്പിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചിരിക്കുന്നു. ദാവീദിൻ്റെയും രാജാവിൻ്റെ ദീർഘദർശിയായ ഗാദിൻ്റെയും പ്രവാചകനായ നാഥാൻ്റെയും കൽപ്പനയനുസരിച്ച് കൈത്താളം, വീണ, കിന്നരം എന്നിവയോടുകൂടി ലേവ്യർ കർത്താവിൻ്റെ ആലയത്തിൽ അവൻ നിയോഗിച്ചു. കൽപ്പന പ്രവാചകന്മാരിലൂടെ കർത്താവ് നൽകിയിരുന്നതാണ്. ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുമായി ലേവ്യരും കാഹളങ്ങളുമായി പുരോഹിതന്മാരും നിലയുറപ്പിച്ചു. അപ്പോൾ ബലിപീഠത്തിൽ ദഹനബലി അർപ്പിക്കാൻ ഹെസക്കിയ കൽപ്പിച്ചു. ബലി ആരംഭിച്ചപ്പോൾ ഇസ്രായേൽ രാജാവായ ദാവീദിൻ്റെ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ കർത്താവിനെ ഗാനാലാപനവും കാഹളവിളിയും തുടങ്ങി. സമൂഹം മുഴുവൻ ആരാധിച്ചു. ഗായകർ പാടി, കാഹളം മൂത്തുകാർ കാഹളമൂതി. ദഹനബലി കഴിയുന്നതുവരെ ഇത് തുടർന്നു. ബലി തീർന്നപ്പോൾ രാജാവും കൂടെയുണ്ടായിരുന്നവരും കുമ്പിട്ട് വണങ്ങി. ദാവീദിൻ്റെയും ദീർഘദർശിയായ ആസാഫിൻ്റെയും വാക്കുകളിൽ കർത്താവിന് സ്വസ്ത്രമാലപിക്കാൻ ഹെസക്കിയ രാജാവും പുരോഹിതന്മാരും ലേവ്യരോട് കൽപ്പിച്ചു. അവർ സസന്തോഷം സ്വസ്ത്രമാലപിച്ചു, സാഷ്ടാംഗം പ്രണമിച്ചു. ഹെസക്കിയ പറഞ്ഞു, നിങ്ങൾ കർത്താവിൻ്റെ മുമ്പാകെ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ചിരിക്കുന്നുവല്ലോ. കർത്താവിൻ്റെ ആലയത്തിൽ ബലിവസ്തുക്കളും സ്വസ്ത്രക്കാഴ്ചകളും കൊണ്ടുവരുവിൻ. സമൂഹം അവ കൊണ്ടുവന്നു. സ്വാഭീഷ്ടമനുസരിച്ച് ദഹനബലിക്കുള്ള വസ്തുക്കൾ കൊണ്ടുവന്നു. ദഹനബലിക്കായി സമൂഹം 70 കാളകളെയും 100 മുട്ടാടുകളെയും 200 ചെമ്മരിയാടുകളെയും കൊണ്ടുവന്നു. അവയെല്ലാം കർത്താവിന് ദഹനബലി അർപ്പിക്കാൻ വേണ്ടിയായിരുന്നു. കൂടാതെ 600 കാളകളും 3000 ആടുകളും തുടർച്ചയായി നേർച്ച ലഭിച്ചു. ദഹനബലിക്കുള്ള മൃഗങ്ങളെല്ലാം തോലുരിഞ്ഞ് സജ്ജമാക്കാൻ പുരോഹിതന്മാർ തീരെ കുറവായിരുന്നതിനാൽ മറ്റ് പുരോഹിതന്മാർ ശുദ്ധീകരണം നടത്തി തയ്യാറാകുന്നതുവരെ സഹോദരന്മാരായ ലേവ്യർ അവരെ സഹായിച്ചു. തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്നതിൽ ലേവ്യർ പുരോഹിതന്മാരെക്കാൾ ഉത്സുകരായിരുന്നു. നിരവധി ദഹനബലികൾക്കും പുറമെ സമാധാന ബലിക്കുമുള്ള മേധസ്സും പാനീയ ബലികളും അർപ്പിക്കപ്പെട്ടു. അങ്ങനെ കർത്താവിൻ്റെ ആലയത്തിലെ ആരാധന പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇക്കാര്യങ്ങളെല്ലാം വേഗം ചെയ്തു തീർക്കുവാൻ ദൈവം തൻ്റെ ജനത്തെ സഹായിച്ചതോർത്ത് ഹെസക്കിയയും സമൂഹവും സന്തോഷിച്ചു. സങ്കീർത്തനങ്ങൾ 141. സായാഹ്ന പ്രാർത്ഥന. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, വേഗം വരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി തരണമേ. എൻ്റെ പ്രാർത്ഥന അങ്ങയുടെ സന്നിധിയിലെ ധൂപാർച്ചനയായും ഞാൻ കൈകൾ ഉയർത്തുന്നത് സായാഹ്ന ബലിയായും സ്വീകരിക്കണമേ. കർത്താവേ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ. എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. എൻ്റെ ഹൃദയം തിന്മയിലേക്ക് ചായാൻ സമ്മതിക്കരുതേ. അക്രമികളോട് ചേർന്ന് ദുഷ്കർമ്മങ്ങളിൽ മുഴുകാൻ എനിക്കിടയാക്കരുതേ. അവരുടെ ഇഷ്ടവിഭവങ്ങൾ രുചിക്കാൻ എനിക്കിടവരുത്തരുതേ. എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ. എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസ്സിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും അവരുടെ ദുഷ്പ്രവർത്തികൾക്കെതിരാണ്. അവരുടെ ന്യായാധിപന്മാർ പാറയിൽ നിന്ന് തള്ളി വീഴ്ത്തപ്പെടും. അപ്പോൾ എൻ്റെ വാക്ക് എത്ര സൗമ്യമായിരുന്നെന്ന് അവർ അറിയും. വിറക് കീറിയിട്ടിരിക്കുന്നത് പോലെ അവരുടെ അസ്ഥികൾ പാതാളവാതിൽക്കൽ ചിതറിക്കിടക്കുന്നു.
ദൈവമായ കർത്താവെ, എൻ്റെ ദൃഷ്ടി അങ്ങയുടെ നേരെ തിരിഞ്ഞിരിക്കുന്നു. അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ നിരാധാരനായി ഉപേക്ഷിക്കരുതേ. അവർ എനിക്കൊരുക്കിയ കെണികളിൽ നിന്നും ദുഷ്കർമ്മികൾ വിരിച്ച വലകളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടർ ഒന്നടങ്കം അവരുടെ തന്നെ വലകളിൽ കുരുങ്ങട്ടെ, എന്നാൽ ഞാൻ രക്ഷപ്പെടട്ടെ.